ഇഴഞ്ഞു നീങ്ങി ജീവിക്കുന്ന ഒരു ചേച്ചിയെ കണ്ട് ഒരു ഗുളിക പോലും മേടിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങളുടെ കയ്യിൽ നിവൃത്തിയില്ല മോനെ. ഒരുപാട് സങ്കടം തോന്നി. ഞാൻ ഒരുപാട് വീഡിയോകൾ പലയിടത്തായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിന് ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ പാടാണ് ഇതിലൊക്കെ കാണുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ പത്മന പുത്തൻചന്താർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഒരു കുടുംബത്തിൻ്റെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു വീട്ടിലെല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീട്ടിൽ വരുന്നത്. ഇഴഞ്ഞ് നീങ്ങി ജീവിക്കുന്ന ഒരു ചേച്ചിയെ കണ്ടിട്ട് ഒരുപാട് സങ്കടം തോന്നി. ഞാൻ ഒരുപാട് വീഡിയോകൾ പലയിടത്തായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സിന് ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹായം ഈ ഒരു കുടുംബത്തിനുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഇവർക്കെല്ലാം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. ഈ അമ്മയ്ക്കാണെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളതാണ്, ഓർമ്മക്കുറവുള്ളതാണ്. ചേച്ചിയുടെ സാഹചര്യം ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അത്രയും വിഷമകരമാകുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പം ഇവർക്കൊരു സഹായം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അയൽവാസികൾ പോലും ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചേച്ചിയുടെ ഒരു ജീവിത കാഴ്ചകൾ. അപ്പം എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം. എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ചേട്ടൻ എന്ന് പറയുമ്പം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമാണ്, കണ്ണിന് കാഴ്ചയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ചേച്ചിയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ, ഇത്രയും പേരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അത്രയും ശരിക്കും പറഞ്ഞാൽ അർഹതപ്പെട്ടുള്ളൊരു കുടുംബമാണ്. ഈ കൊല്ലത്ത് ആരെങ്കിലും ഇവരെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പൊതുപ്രവർത്തകരൊക്കെ അറിയേണ്ട ഒരു കുടുംബം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ജീവിതത്തിലൊരു മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ചേച്ചി അകത്തോട്ട് വശം. ചേച്ചി, ഞാൻ എന്താ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് പറയുക എന്നെനിക്കറിയത്തില്ല. അത്രയ്ക്കും ഒരു മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളെ ഇത്രയും പേരെയും കാണുന്നത്. 5 പേര് രോഗികൾ, എനിക്ക് സുഖമില്ല. ചേച്ചി, ഈ വീട്ടിലെ എല്ലാവർക്കും എല്ലാവരും രോഗക്കാർ. ഒരു കൊച്ചു നടക്കത്തില്ല, ആരൊക്കെ താപ്പോട്ട് തളർന്നത്. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ അറ്റാക്ക് വന്നതാണ്. ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നട്ടലിൻ്റെ സംബന്ധമായ അസുഖം, ഭർത്താവിന് ഇൻഫെക്ഷൻ, ശ്വാസകോശത്തെ ഇൻഫെക്ഷനും പാൻക്രിയാസിൻ്റെ പ്രശ്നമായിട്ട് ഭർത്താവ്. ഇവരെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പം എൻ്റെ ദൗത്യമായിട്ടിരിക്കുന്നത്. പിന്നെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? റൂമിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പരിക്കാത്തൊരു ബാത്റൂം വേണം. ഈ മോളാണോ എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ എഴഞ്ഞു പോയ കയ്യും കുത്തി അതിന്റെ പാടാണോ ഇതിലൊക്കെ കാണുന്നത്? കഴമ്പ. ചേച്ചിക്ക് പേസ് മേക്കർ വെച്ചിട്ടുണ്ട്? ഉണ്ട്. എവിടുത്തെ ട്രീറ്റ്മെൻറ്റാണ് ചേച്ചിക്ക് ഇപ്പം? ഇപ്പോൾ ഉടനെ നമുക്കത് പേസ് മേക്കർ വീണ്ടും മാറ്റി വെക്കണോ അല്ലേ? തല കറക്കലും മറ്റു ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ശരീരം എപ്പോഴും കുഴഞ്ഞു വരുക. അമ്മയ്ക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടും ഓർമ്മക്കുറവൊക്കെ ഉണ്ടല്ലേ? പറയുന്നത് എന്താണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അമ്മയുടെ. ഇതുപോലെ അവസ്ഥ ആർക്കും വരരുത് ഇങ്ങനെ. എന്നെ സംരക്ഷിക്കേണ്ട വ്യക്തി അകത്തിരിക്കുന്നത്. ചേട്ടൻ്റെ അന്ന് എന്താണ് ചേട്ടൻ്റെ അവസ്ഥ? എനിക്ക് അകത്തോണ്ട് കയറാമോ? ഓക്കെ. ഇവരുടെ വീട്, ഇവർ താമസിക്കുന്ന എല്ലാവരും താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആ ഭാഗത്താണ് അല്ലേ? ഇവിടെ അങ്ങനെ ഒരു അടുക്കള എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെയൊക്കെയാണോ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത്? വെള്ളമൊക്കെ വീഴും അല്ലേ? ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ചേട്ടനെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പം ചേട്ടന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും ചേട്ടൻ്റെ അവസ്ഥ എന്താണെന്ന്. ചേട്ടന് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, കണ്ണിൻ്റെ കാഴ്ചയില്ല, ഒപ്പം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട്. അപ്പം ജോലിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു അല്ലേ? തയ്യലായിരുന്നു ജോലി. പക്ഷെ ഇപ്പൊ കണ്ണിന് ഇപ്പം തയ്യൽ ചെയ്തിട്ട് 9 വർഷത്തോളം ആയതേക്കും. ഇതേതിനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോയിൽ കാണിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ എനിക്ക് ആ സ്റ്റെപ്പ് കയറാനും നോക്കാനും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇങ്ങനെ ശ്യാംസാറിന്റെ അടുത്ത് കൊണ്ടുവന്ന് സാർ ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലാ ടെസ്റ്റുകളും എല്ലാം സാർ ഏതെങ്കിലും വിധത്തിൽ അത് ചെയ്യിപ്പിച്ച് തരുമായിരുന്നു. വീടിന്റെ ഈ ഒരു സാഹചര്യം നിങ്ങൾ കാണണം. ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് കേട്ടോ. എന്റെ വയ്യാധികം ഞാൻ നോക്കാതെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും
ഈ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. ശരിക്കും ഇവരുടെ ആ സാഹചര്യം എന്താണെന്ന് അവർ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളൊക്കെ കൂടുതലും സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അവരതുകൊണ്ടാണ് ജീവിക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ചെയ്യാം. ആ പണം കൊണ്ട് നമുക്ക് സഹായിക്കാൻ ഒക്കത്തില്ല. ഈ കുട്ടിയുടെ തലയല്ല ഇതിൻ്റെ മൊത്തം ചുമതലയും. ഇത്രയും കുടുംബത്തെ മുന്നോട്ട് ഇത്ര ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചുമതല അതും പേസ് മേക്കർ വെച്ചിരിക്കുകയും പിന്നെ അതിന് വാൾബൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രീത എന്ന് പറയുന്നവൻ. അപ്പോൾ അത് ഭയങ്കര സങ്കടമായി. നമ്മുടെ പ്രദേശത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഇത് കാണുന്നവരായാലും പിന്നെ കേൾക്കുന്നവരായാലും ഗവൺമെൻറ്റിൽ നിന്നായാലും വേണ്ടുന്ന സഹായം ഇത് ചെയ്തു കൊടുക്കണം. എൻ്റെ മോനെ ആശുപത്രിയിൽ കൊണ്ടേ കാണിക്കണം. അവന് തീരെ സുഖമില്ല. ഒരു ഗുളിക പോലും മേടിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങളുടെ കയ്യിൽ നിവൃത്തിയില്ല മോനെ. എൻ്റെ മോക്കാന്ന് 2 ആണ്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ കമ്പ്യൂട്ടറിൽ വെച്ചേക്കുന്ന മാറ്റി വെക്കണം. അവർക്ക് ദേഹം കുഴഞ്ഞു വരുന്നു. ഏറെക്കാലങ്ങളായിട്ട് ഇവർ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. തൊട്ടടുത്ത അയൽവാസികൾ പോലും എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ അവരും പറയുന്നതെന്ന് പറയുമ്പം എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ചെയ്തു കൊടുക്കേണ്ട ഒരു കുടുംബമാണെന്നാണ് പറയുന്നത്. ഈ ചേച്ചിയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കി മുന്നോട്ട് പോകുന്നത്. ചേച്ചിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ ഒരു ജ്യേഷ്ഠൻ കൂടിയായിട്ടുള്ള സിദ്ദീഖ് മംഗലപ്പള്ളി, അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യ സ്പർശം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്നുകൊണ്ട് ഈ ചേച്ചിക്ക് ഒരു ചെറിയ സംരംഭം, അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവർക്ക് ചിലവിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതിനുവേണ്ടി ഒരു ചെറിയ ചായക്കട പോലെ തുടങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏക വരുമാനം. അപ്പം അത് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ഈ അമ്മയുടെ സാഹചര്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമാണ്. ചേച്ചി പേസ് മേക്കർ വെച്ചിട്ടാണ് ജോലിക്ക് പോകുന്നതൊക്കെ എന്ന് പറയുമ്പം അതിപ്പം മാറ്റേണ്ട ഒരു സാഹചര്യം കൂടാണ്. ചേട്ടൻ്റെ സാഹചര്യം എന്ന് പറയുമ്പം ഞാൻ ഓരോരുത്തരെ ചൂണ്ടിക്കാണിക്കുന്നു പറയുമ്പോൾ ഈ വീട്ടിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളാണ്. അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. പോയിടത്തൊന്നും അങ്ങനെ മോശമായിട്ടുമില്ല. എല്ലാവർക്കും ഒരുപാട് നല്ല മനസ്സുകൾ സഹായം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് എന്താ പറയണ്ടേ, ഞാൻ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഈ ചേച്ചിയുടെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം. എനിക്ക് ആരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ആണ് കൊടുക്കാൻ പറ്റുന്നത്? ചേച്ചിയുടെ ആണോ? ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. നമ്മുടെ വീഡിയോ കാണാൻ നല്ല മനസ്സുകളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ കുടുംബത്തിനുണ്ടാകണം. ഏറ്റവും അർഹതപ്പെട്ട കുടുംബമാണ്. എല്ലാവരുടെയും കാരുണ്യ സ്പർശം ഉണ്ടാകണം. എന്നാൽ ഞാൻ പോയിട്ട് വരുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം.